കോഴിക്കോടിന്റെയും സാമൂതിരിയുടെയും സത്യസന്ധതയെക്കുറിച്ച് ഒരു കഥ കേരളോൽപ്പത്തിയിൽ പറയുന്നു. പൂർവ്വ തീരദേശക്കാരനായ ഒരു കച്ചവടക്കാരൻ ചെട്ടി മക്കയിലേക്ക് കപ്പലിൽ നിറയെ സ്വർണവുമായി കോഴിക്കോട്ടെത്തി. ഭാരക്കൂടുതൽ കൊണ്ട് മുങ്ങാറായ കപ്പൽ കരയോട് കൂടുതൽ അടുപ്പിച്ചു. ചെട്ടി സ്വർണനിധിയുടെ ഒരു പെട്ടിയെടുത്ത് സാമൂതിരിയുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് താൻ വിഷമത്തിലാണെന്ന് ഉണർത്തിച്ചു. കപ്പലിലെ നിധി കരക്കടുപ്പിച്ച് കോവിലകത്ത് സൂക്ഷിക്കാൻ സാമൂതിരി ചെട്ടിയോട് പറഞ്ഞു. കൊട്ടാരത്തിൽ കരിങ്കല്ലിന്റെ ഒരു അറ തന്നെ ചെട്ടി പണി കഴിപ്പി. കടത്താൻ കഴിയുന്ന നിധി മാത്രം കപ്പലിൽ വെച്ച് ബാക്കി മുഴുവൻ അറയിൽ സൂക്ഷിച്ചതിന് ശേഷം സ്വദേശത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ് ചെട്ടി കോഴിക്കോട്ട് മടങ്ങിയെത്തി. സാമൂതിരിയുടെ സാന്നിധ്യത്തിൽ അറ തുറന്ന് സൂക്ഷിച്ചിരുന്ന സ്വർണം എണ്ണി നോക്കിയപ്പോൾ വെച്ചതുപോലെ എല്ലാം ഭദ്രമായി കണ്ടു. അത്ഭുതപ്പെട്ട ചെട്ടി അറയിലെ നിധികൾ രണ്ടായി പകുത്ത് ഒരു പങ്ക് സാമൂതിരിക്ക് കാഴ്ചവെച്ചു. അപ്പോൾ സാമൂതിരി അയാളോട് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പത്ത് വേണ്ട, നിധി മുഴുവൻ നീ തന്നെ എടുത്തുകൊള്ളണം.